കേരളത്തിലെ മതേതര മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ. സാമുദായിക നേതാക്കൾ നടത്തുന്ന വർഗീയ പ്രസ്താവനകളെ രാഷ്ട്രീയമായി നേരിടുക എന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കടമയാണെന്ന് ജിൻഡോ ജോൺ വ്യക്തമാക്കുന്നു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം സാമുദായിക നേതാക്കളെ അകറ്റുന്നു എന്ന ആക്ഷേപം തികച്ചും അടിസ്ഥാനരഹിതമാണ്. സത്യത്തിൽ വർഗീയതയോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത കോൺഗ്രസിന്റെ ആദർശപരമായ നിലപാടാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കൾ മുൻപും പല ഘട്ടങ്ങളിൽ UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സതീശൻ വന്നതുകൊണ്ടാണ് അദ്ദേഹം അകന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ പാപ്പരത്തം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF നടത്തിയ ഉജ്ജ്വല വിജയം ജനങ്ങൾ കോൺഗ്രസിന്റെ ഈ മതേതര നിലപാടിനൊപ്പമാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന ചിലരുടെ വ്യാമോഹങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിൽ നിന്നുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഗൗരവപരമായ കാര്യമാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്റെ കാറിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്നത് കേരളത്തിലെ മതേതര സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് കോൺഗ്രസ് ഗൗരവമായിട്ട് ചോദിക്കുന്നു. സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ടവരെ പോലും തട്ടിപ്പിനിരയാക്കിയ ഒരാളെ സംരക്ഷിക്കാൻ ഹൈക്കോടതിയിൽ വരെ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുന്നത് അഴിമതിയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഭാഗമാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത സാമുദായിക നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വർഗീയതയുമായിട്ട് രംഗത്തിറങ്ങുന്നത് പിണറായി വിജയന് തുടർഭരണം ഉറപ്പാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ആചാരവിശ്വാസങ്ങൾക്കും പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് തെരുവിലിറങ്ങി പോരാടുമ്പോൾ ഇത്തരം നേതാക്കൾ ഭരണപക്ഷത്തെ സുഖിപ്പിക്കുന്ന തിരക്കിലാണ്. മതേതര കേരളത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ധൈര്യം നേരിടുമെന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയമാണെന്ന് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. വർഗീയതയെ പാലൂട്ടുന്ന പിണറായി വിജയന്റെ മൗനവും അതിനെ കൂട്ടുനിൽക്കുന്ന സാമുദായിക നേതാക്കന്മാരുടെ നിലപാടും ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് എന്നും മുന്നിലുണ്ടാകുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ജിൻഡോ ജോണിന്റെ വാക്കിൽ നിന്നും മുഴങ്ങുന്നത്. ഇതില് ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പെരുപ്പിച്ച് കാണിച്ചു പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താ വെച്ച് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവായിട്ട് വി.ഡി. സതീശൻ കടന്നു വരുന്നതിന് മുമ്പേ വെള്ളാപ്പള്ളി നടേശൻ UDFന് അനുകൂലമായിരുന്നോ? ആയിരുന്നില്ലല്ലോ. അദ്ദേഹം വ്യക്തിപരമായിട്ട് UDFന് അനുകൂലമായിരുന്നില്ല എന്നല്ല, മാത്രമല്ല പല കാലഘട്ടത്തിൽ UDF നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്തുണ കിട്ടാത്തതിന്റെ കാരണം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ ഒരു ശരിയുമില്ല. ഇനി അതിനപ്പുറത്ത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സാമുദായിക നേതാക്കന്മാരെ അകറ്റുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടം സംഭവിക്കും എന്ന് പറയുന്നത് ഏത് സമയത്താണെന്ന് കൂടി ആലോചിക്കണം. ഒന്ന്, വി.ഡി. സതീശൻ സ്വമേധയാ ഒരു സാമുദായിക നേതാവിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അകറ്റാൻ വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല. അവർ പറയുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെയാണ്. അതൊരു രാഷ്ട്രീയ നേതാവ്, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പറയേണ്ട രാഷ്ട്രീയമാണ്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ അവരുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു അഭിപ്രായവും പറയാനായിട്ട് വി.ഡി. സതീശൻ ശ്രമിച്ചിട്ടില്ല. ഇനി അത് ഇത്തരം ആക്ഷേപം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സാമുദായിക നേതാക്കന്മാർ അകന്നു പോവും, കോൺഗ്രസിന് എന്തോ നഷ്ടം വരുമെന്ന് പറയുന്നത് എപ്പോഴാ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം, ബൈ ഇലക്ഷൻസിന്റെ വലിയ വിജയത്തിന് ശേഷം, ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിന്റെ വലിയ വിജയത്തിന് ശേഷം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ UDFും കോൺഗ്രസും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിൽക്കുമ്പോൾ പറയുകയാണ് വി.ഡി. സതീശൻ എന്ന നേതാവ് സാമുദായിക നേതാക്കന്മാരെ അകറ്റുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെയുള്ള യാതൊരു വാസ്തവമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത് പഴയ കാലഘട്ടമൊന്നുമില്ലല്ലോ. ഒരു വാർത്ത പറഞ്ഞു, അത് പത്രത്തിൽ വന്നു, അതിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കാൻ ദിവസങ്ങൾ എടുക്കുന്ന സാഹചര്യമൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് എല്ലാവരുടെയും വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടുകയാണ്. ഒരു നേതാവോ ഒരു സാമുദായിക നേതാവോ പറയുന്ന കാര്യത്തിലുള്ള ഫാക്ട് പരിശോധിക്കാൻ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരം കള്ളം പറയാൻ പാടില്ല. പിന്നെ ഇവിടെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ ബിനോയ് വിശ്വം എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹമായിരുന്നെങ്കിൽ കാറിൽ കയറ്റുകയില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ.
അപ്പോ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോ അതിനുശേഷമാണ് വി ഡി സതീശൻ പറയുന്നത് പോലും. വി ഡി സതീശൻ പറയുന്നതിന്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അദ്ദേഹം നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് പോയി മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു, കോട്ടയത്ത് പോയി ക്രൈസ്തവർക്കെതിരെ പറയുന്നു. ഇത്തരം വർഗീയ പരാമർശങ്ങൾ മാത്രം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രം വെള്ളാപ്പള്ളി നടേശൻ കടന്നു വന്നിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് സകല മനുഷ്യർക്കും അറിയാം. ജനാധിപത്യ മതേതര കേരളത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. 2015 പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വിളിച്ച സാഹചര്യത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നിലപാട് കൊണ്ടോ വാക്കുകളുടെ വ്യത്യാസം കൊണ്ടോ വെള്ളാപ്പള്ളി നടേശന് ഒരു മനപരിവർത്തനം വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒന്നും വന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ തണലിൽ കുറെ കൂടി ആവേശത്തോടെ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ ആഭ്യന്തരമന്ത്രിയോടൊപ്പം പോകുന്നത് ആരാ? മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ ഒരു പ്രതി. അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന പോലീസിന്റെ മന്ത്രിയോടൊപ്പമാണ് വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ പോകുന്നത്. ഇവിടെ SNDP യോഗത്തെയോ SNDP സംവിധാനത്തെയോ ഈഴവരെയോ ആരും വിമർശിക്കുന്നില്ല. പക്ഷെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി നടത്തുന്ന വർഗീയ പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിന് അത് വലിയ കോട്ടം സംഭവിക്കും. ജിൻഡോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നേതാവ് പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ രമേശ് ചെന്നിത്തല പറയുന്നത്, ഞാൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റും, ഞാൻ എല്ലാ നേതാക്കളെയും കാറിൽ കയറ്റുന്ന ആളാണ്, അങ്ങനെ കാറിൽ കയറ്റാത്ത പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കയറ്റിയതിലാണ് പ്രശ്നം എന്ന്. അതാണോ യഥാർത്ഥ പ്രശ്നം? അല്ല, ഇതിലുള്ള പ്രശ്നം ഏതെങ്കിലും നേതാക്കന്മാർ വ്യക്തിപരമായിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സൗഹൃദം പങ്കിടുന്നതോ അദ്ദേഹത്തെ കാറിൽ കയറ്റുന്നതോ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതോ അല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. നിരന്തരം വർഗീയത പറയുന്ന ഒരു നേതാവ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം കാറിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? കേരളത്തിലെ മതഭൂരിപക്ഷത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന, മതേതര മനുഷ്യർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിരന്തരം വർഗീയത പറയുന്ന മനുഷ്യനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന പോലീസ് വകുപ്പിന്റെ മന്ത്രിയോടൊപ്പമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോലും ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതി കൈയോടെ പിടിച്ച് ഉദ്യോഗസ്ഥരെ തുടർ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോ ഇത് സ്വന്തം സമുദായങ്ങളെ പോലും തട്ടിപ്പിന് വിധേയമാക്കുന്ന ഒരു നേതാവ് സമുദായ സ്നേഹിയാണെന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത്ര അഭിപ്രായം പറയുന്നത്. നമ്മുടെ കുട്ടികളെ തെരുവുനായ കടിക്കുന്ന സമയത്ത് ഇവരൊരു അഭിപ്രായം പറയുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഖാക്കന്മാർ മുഴുവൻ ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ ഒരക്ഷരം പറയുന്നില്ല, ഒരു സമരം ചെയ്യുന്നില്ല, ഒരു വിശ്വാസ പ്രശ്നം ഉയർത്തി സംസാരിക്കുന്നില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്, സകല മനുഷ്യരെയും ബാധിക്കുന്നതാ. ഈഴവരെയും ബാധിക്കുന്നുണ്ട്, നായന്മാരെയും ബാധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, മുസൽമാന്മാരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഇവർ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടോ? വിലക്കയറ്റത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട്, പട്ടിണിയെ കുറിച്ചിട്ട്, ജയിൽ പുള്ളികളുടെ ശമ്പളം കൂലി 630-20 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും ആശാ വർക്കർമാർ 260 ദിവസം സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത സർക്കാരിനെതിരെ സാമുദായിക നേതാക്കന്മാർ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പറയുന്ന ഈ വർഗീയതയുടെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയന് തുടർഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് വർഗീയ വിദ്വേഷ പ്രചരണത്തിലൂടെ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നുണ്ട്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നത്. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മുന്നോട്ട് വരുന്നത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വിവരങ്ങൾ. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്ന വർഗീയ പരാമർശങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്, കേസെടുക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ പിണറായി വിജയന്റെ മൗനം അത് വർഗീയതയെ പാലൂട്ടുന്ന മൗനമാണ്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.